ഹലോ, ഇന്ന് ഐശുക്കുട്ടിക്ക് വരുമ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റവ ഉണ്ടായിരുന്നു. ഐശുവിന് റവ ഇങ്ങനെ കുറുക്ക് പോലെ ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഐശുക്കുട്ടിക്ക് മാത്രമല്ല ഉമ്മോൾക്കും. അപ്പോൾ ഇന്ന് ഐശുക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടെ അല്ലേ, അപ്പോൾ കുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 3 സ്പൂണ് റവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നാളികേരപ്പാലിൽ ചെയ്യുന്നതാട്ടോ നല്ലത്. നമ്മളിപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കൂലേ അതുപോലെ. പക്ഷേ ഇവർക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 പേരും വയറ് നിറച്ച് കുടിക്കും ഇത്. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു പാത്രം വെച്ചു, നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി അതിൽ വാട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോഴത്തേനും ഇത് നല്ലോണം കുറുകി വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കിപ്പോൾ തരിക്കഞ്ഞി ആകുമ്പോൾ നമ്മൾ ചിലവർ അതായത് നെയ്യിൽ ഉള്ളി വാട്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അവർക്ക് ഇഷ്ടമല്ല, ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നെയ്യിൽ ഇങ്ങനെ ആക്കി കൊടുക്കണേട്ടോ ഇഷ്ടം. അപ്പോഴത്തേനും ഞാൻ അവരെ പോയി കൊണ്ടുവന്നു. സ്കൂൾ വിട്ട് വന്നു, കുളിയൊക്കെ കഴിഞ്ഞു. ഐശുവിനും മോൾക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മൂട്ടി കുളിക്കുകയാണ്. ഐശുക്കുട്ടിയുടെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കണം, ഉമ്മച്ചി ഇതാണോ സ്പെഷ്യൽ എന്ന് ബർത്ത്ഡേ ആയിട്ട് എന്നാണ്. അപ്പോൾ ഞാൻ ഇതാണ് സ്പെഷ്യൽ. ഐശുട്ടിയുടെ ഒരു കൈ ചെയ്യാൻ കണ്ടില്ലേ, അത് ഉമ്മോള് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ. ഇത്രയേ ഉള്ളൂ. ബായ്.